മാതിരിക്കല്ലേ. ഇവള് 8ാം ക്ലാസ് സ്കൂൾ ചേർന്നപ്പോഴേ പറഞ്ഞു എനിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണം, എന്നാലും സയൻസ് എടുക്കുള്ളൂ, സയൻസ് എടുത്തിട്ട് വേണം എനിക്ക് MBBS പഠിച്ചാലാണ്. ഇവള് പഠിക്കുകയും ചെയ്യും, വെറും സൈലന്റ് ആണ്. സ്കൂളിൽ ഞാൻ പഠിക്കാൻ മാത്രം പോയതാ. മോള് മാറി നിൽക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാം നോക്കും. ഇപ്പനോട് ഞാൻ പറയും, വിളിക്കുമ്പോൾ മാർക്കിനെ പറ്റി ഒന്നും ചോദിക്കരുത്, ഓളെ ഇഷ്ടത്തിന് നോക്കും പഠിക്കും. നമ്മുടെ കൂടെ ഇന്നുള്ളത് തശ്വിയാണ്. ആക്ച്വലി തശ്വിയും ഫാമിലി ആൾക്കാരൊക്കെ ഡോക്ടറുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. നല്ല പരിചയമുള്ള കുട്ടി. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ എനിക്ക് തോന്നുന്നു 2-3 ക്യാമ്പസുകളിൽ നമ്മൾ ക്യാമ്പസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് 3 ക്യാമ്പസുകളിൽ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അധ്വാനിച്ച് നല്ലോണം പണിയെടുത്തിട്ട് ഇപ്പോൾ നീറ്റ് നല്ലൊരു സ്കോർ വാങ്ങി ഗവൺമെൻറ് MBBS എക്സ്പെക്ട് ചെയ്തിട്ടാണ് തശ്വി നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടാവുക. സോ തശ്വിയുടെയും ഫാമിലിയുടെയും വിശേഷങ്ങളിലേക്ക് അവൾ എങ്ങനെ എത്തിയത്, എങ്ങനെയാണ് പഠിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളവരെയൊക്കെ നമുക്കൊന്ന് കേട്ടോ. ഹൗ ഹാർഡ് ഈസ് നീറ്റ് പ്രിപ്പറേഷൻ? എത്രത്തോളം ബുദ്ധിമുട്ടാണ്? എത്രത്തോളം ബുദ്ധിമുട്ടാന്ന് വെച്ചാല് ഈസി ആണെന്ന് പറയൂ? ഒരിക്കലും ഇല്ല, ഈസി അല്ല. നമ്മളെ ടൈം, നമ്മളെ എല്ലാ സന്തോഷം, ഇപ്പൊ എന്റെ ഫാമിലിയിൽ കുറെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മാറ്റി വെച്ച് നിക്കാന്നല്ല അത്ര ഈസി അല്ല. പിന്നെന്താ അതേപോലെ തന്നെ പരിപാടിക്കും വരലില്ല. ലീവ് നിർബന്ധം പറയണ ആ ടൈമിന് മാത്രം വീട്ടിൽ വരുള്ളൂ. കല്യാണം ടങ്ങിയപ്പോ ഒരേ ഇല്ല, ഞാൻ പഠിക്കണേ, എല്ലാ ടൈമിൽ പോകുന്നത്. വീട്ടിൽ വന്നാലും ഓള് വേറെ എടുപ്പ് പറഞ്ഞില്ല, ഓള് ആ ടൈം അവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ എനിക്ക് പറഞ്ഞാല് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിലിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഓളൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ ഒന്നുമല്ല തോന്നിപ്പോവും. ബാക്കി ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബെറ്റർ ആണ് എന്നുള്ളൊരു ഫീലിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടാവും. ശരിക്കും ഒരു ദിവസം എത്രത്തോളമൊക്കെ പഠിച്ചിട്ടുണ്ട്? എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ റുട്ടീനൊക്കെ? എൻ്റെ റുട്ടീൻ ഞാൻ ശരിക്കും മോർണിംഗ് ബാച്ച് ആയിരുന്നു. അപ്പൊ രാവിലെ 5:30 ആകുമ്പോഴേക്കും എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ പോവും. ക്ലാസ് എത്ര മണിയാകുമ്പോൾ ക്ലാസ്സിലെത്തും? 5:45 ആകുമ്പോഴേക്ക്. 5:30 എണീറ്റ ആൾ 5:45 ആകുമ്പോൾ ക്ലാസ്സിലെത്തും. എന്നിട്ട് പിന്നെ ക്ലാസ്സിലിരുന്ന് നമ്മള് 6:30 ശരിക്കും വാർഡനും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ 8 മണി വരെ അവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ പോയി. പിന്നെ രാത്രി 10:30 വരെ ഇരിക്കും. എത്ര മണിക്ക് അപ്പോൾ ഉറങ്ങുന്ന? കാരണം 10:30 മുതൽ 5:30 വരെ സമയത്ത് ഉറങ്ങും കൃത്യമായിട്ട്. എല്ലാ ദിവസവും കറക്റ്റ് ഒരു 7 മണിക്കൂർ അങ്ങനെ സാധനത്തിൽ ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറങ്ങാതിരുന്ന് എക്സ്പെരിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ, എനിക്ക് ഉറക്കം പോയാൽ തീരെ പറ്റൂല, പിന്നെ ഒന്നിനും കൊള്ളൂല പറയും. അതുകൊണ്ട് പിന്നെ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. എത്ര എക്സാം ആണെങ്കിലും നമ്മൾ ഉറങ്ങാതിരിക്കില്ല. നിന്റെ ഒരു ഡേ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ കാണുന്ന സാധനങ്ങൾ എന്തായിരുന്നു? എങ്ങനെ ഒരു ഡേനെ നീ പ്ലാൻ ചെയ്തോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞാല് എനിക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയായിരുന്നു. ഞാൻ മാക്സിമം ഞാൻ കോണ്ടിട്ട് പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തുടങ്ങുമ്പോൾ സാർ പറയുമല്ലോ എത്ര നമുക്ക് ഒരു ടാർഗറ്റ് വെക്കണം, അതിങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കിടക്കുമ്പോൾ നമുക്കതിങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അത് തന്നെയായിരുന്നു ഒരു ദിവസത്തിൽ ഞാൻ ക്ലാസ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു. ഇത് എപ്പോഴാണ് ആക്ച്വലി പ്ലാൻ ചെയ്ത് വെക്കുക? നാളത്തേക്ക് തലേന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്യും എങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലേക്ക് ആ പ്ലാനിലേക്കാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അങ്ങനെ തന്നെ ഈ ഒരു എല്ലാ ദിവസവും ഇതേപോലെ തന്നെ പോകുമ്പോൾ ബോറടിച്ചിട്ടില്ല ശരിക്കും? അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ ചില ഇതൊക്കെ എന്താ ഇപ്പോൾ പ്ലാൻ ചെയ്തതല്ല ചിലപ്പോൾ നടക്കുക. അങ്ങനെ വ്യത്യാസങ്ങൾ വരുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആക്ച്വലി എത്ര മാർക്കാണ് നീ പ്രതീക്ഷിക്കുന്ന? കാൽക്കുലേറ്റ് 545 നീ വിചാരിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുക, ബാക്കി മുന്നോട്ട് പോകുക എന്നുള്ള രൂപത്തിൽ. അതിനിപ്പോൾ എവിടെ ട്രാവൽ ചെയ്തിട്ട് കഴിഞ്ഞാലും എന്തായാലും പോകും, എവിടെ ആണെങ്കിലും പോയി പഠിക്കാം എന്നുള്ളൊരു പ്ലാനിലേക്കാണ് നിൽക്കുന്നുണ്ടാവും അല്ലേ? എപ്പോഴും ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ ഒരു പ്ലാന്, അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ സ്കൂളിൽ ചേരുന്ന മുന്നേ പറഞ്ഞൊരു ആഗ്രഹമാണ് ചെറുപ്പത്തിൽ? അത് എങ്ങനെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടോ? പേരൻസ് വിചാരിച്ചിട്ടാണോ അതോ ഇവിടെ തന്നെ വിചാരിച്ചോ? എന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു. പിന്നെ ഫാമിലിയിൽ കുറച്ച് ക്യാൻസർ പേഷ്യൻസ് 2 ആൾക്കാരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, ഒരാൾ റിക്കവർ ആയി. ശരിക്കും ആ ഇൻസിഡന്റ് ആണ് എനിക്ക് ശരിക്കൊരു എന്താ പറയാ മോട്ടീവ് ആയത്. അപ്പോൾ എനിക്ക് ഡോക്ടർ ആവാന്നുള്ളതിനപ്പുറം ഒരു ഓങ്കോളജിസ്റ്റ്, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമ്മളെ അവിടെ പാവങ്ങാട് ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ആക്ച്വലി ക്യാൻസർ പേഷ്യൻ്റാ. എത്രത്തോളം ആൾക്കാർക്ക് ഇവിടെ നിന്ന് ആർക്കും അറിയില്ല തോന്നുന്നുണ്ട് എനിക്ക് അവളെ പറ്റി. അവളെ കയ്യിൽ കാരണം ഭയങ്കര മുറിവും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും നിനക്ക് വേദന ഇല്ലേ? അപ്പോൾ പറയും, ശരിക്കും അവള് പറയും ഇതൊന്നും ഒരു വേദന അല്ല. അങ്ങനെ അവൾ പറയുന്ന ശരിക്കും നമുക്ക് ഫീൽ ആവും.
അവള് ആക്ച്വലി എക്സാം ആ നീറ്റ് കഴിഞ്ഞിട്ട് ഓക്ക് എന്തോ ഓപ്പറേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. ഓള് ജീവിക്കോ മരിക്കോ എന്ന് ഉറപ്പില്ല ഓക്ക്. എന്നിട്ട് ഓള് ഈ ഒരു ഡോക്ടർ ആവണം എന്നുള്ളതിൽ അത്രയും പാഷനായിട്ട് പഠിക്കുന്ന ശരിക്കും ഓളെ കണ്ടിട്ടാണ് എനിക്ക് എൻ്റെ ഇതിങ്ങനെ കൂടി വന്നത്. റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ അല്ല, അതിനു മുമ്പ് ഉണ്ട്, പക്ഷെ ഒരു റീസൺ എന്ന പോലെ തുടങ്ങി. മറ്റേ അതൊരു ആഗ്രഹം പോലെ ജസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാഷനായിട്ട് മാറിയത് ഓളെ കണ്ടതിന് ശേഷം. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനായിട്ട് എന്തെങ്കിലും പണിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും മുണ്ടില്ല. ക്ലാസ്സിന്റെ ടീച്ചേഴ്സായിട്ട് നല്ല ബന്ധമാണ്. കുട്ടികളൊന്നും എനിക്കറിയില്ല. 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ ഞാൻ പഠിക്കാൻ മാത്രം പോയതാ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പോയതിന്റെ ഒരു വിഷമം പിന്നെ എനിക്ക് അതൊന്നും തിരിച്ചു റിക്കവർ ആയിട്ടില്ല. അപ്പൊ പക്ഷെ അത് നല്ലതായിരുന്നു. എനിക്ക് നല്ല പഠിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ട്യൂഷനൊക്കെ ഇവര് ഇങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണമൊക്കെ പറഞ്ഞുതരും. പക്ഷെ എന്ത് ചെയ്യണം, എത്രത്തോളം ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പ്ലസ് 1 പ്ലസ് 2 വേണ്ടത് പഠിച്ച് നീറ്റ് ലെവൽക്കൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ ഈ റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ അങ്ങനെയല്ല, നീറ്റിന് വേണ്ടിയിട്ട് തന്നെ ഒരു വർഷം പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ആരാദ്യം പറഞ്ഞത്? നിങ്ങൾ വീട്ടുകാർ പറഞ്ഞതോ നീ പറഞ്ഞത്? ഞാനായിട്ട് കണ്ടെത്തി. നീ എന്നിട്ട് തന്നെ പറഞ്ഞത്. അന്ന് നിങ്ങളെന്താ വിചാരിച്ച ഒരു കൊല്ലം പോവാ എന്നൊക്കെ പറയുമ്പോൾ? അല്ല, അങ്ങനെ നമുക്ക് വെച്ചാല് ഇനിയും വളപ്പാൻ സംബന്ധിച്ച് നമുക്ക് ഇതിനെ പറ്റി അത്ര അങ്ങോട്ട് അറിവില്ല. ഇനിയോ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാറുണ്ട്, അതൊരു ഇവരങ്ങനെ വേറിട്ട് നിൽക്കാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടേനു. സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല എനിക്ക് കുഴപ്പമില്ല, പഠിക്കണേന് കുഴപ്പമില്ല. പക്ഷെ ഒരു ഹോസ്റ്റലൊക്കെ വന്ന് നിക്കാന്ന് പറയുമ്പോ മോള് മാറി നിക്കാന്ന് പറയുമ്പോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെയായിരുന്നു. പിന്നെ അതിങ്ങനെ ശീലമായി. എന്തായിരുന്നു ഈ ഇങ്ങനെ ആ സമയത്ത് എന്തായിരുന്നു നിങ്ങളെ എങ്ങനെ ഫീൽ ചെയ്തത് നിങ്ങൾക്കത്? അത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ആരാ ടെൻഷൻ അടിക്കുക? നീയാണോ ടെൻഷൻ അടിക്കുക? എനിക്ക് പിന്നെ ഇവിടെ പാവങ്ങാട് ഫസ്റ്റ് ഹോസ്റ്റലിൽ കൊണ്ടാക്കി ചെന്ന് വീട്ടിൽ ചെന്ന് 1 മാസമൊക്കെ എടുത്തോക്കണമെന്ന് അറിയാം. നമുക്കുണ്ട് ആദ്യമായിട്ടാകുമ്പോ ഒരു ബുദ്ധിമുട്ടേനു. പിന്നെ അങ്ങനെ ശീലമായി, കുഴപ്പമൊന്നും ഇല്ലാതാണ്ട്. ഇപ്പാണെങ്കിൽ ആദ്യമൊന്നും സമ്മതിച്ചില്ല. ഇപ്പം അങ്ങനെ ആദ്യം ഇങ്ങനെ കുറെ ഉപ്പാൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിൻ്റെ ഒക്കെ മക്കൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അധികം ഈ തോറ്റ ആൾക്കാരെ കഥയാണല്ലോ കേൾക്കുക. അപ്പൊ ഇങ്ങനെ വന്ന് പറയും എന്തിനാ ഇതിന് പോണത്, ഇപ്പോൾ വെറുതെ ആയാലോ അങ്ങനെ. ഇപ്പൊ നമ്മൾ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് പറയും ആകെ 3% ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ, വെറുതെ എന്തിനാ അതിന് മെനക്കെടുന്ന, വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ സമയത്ത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അറിയില്ല ഇതിനെ പറ്റി. പിന്നെ അറിഞ്ഞ് ലാസ്റ്റ് കഴിയുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന്. എത്രത്തോളം ഇൻവോൾവ് ആണ് പഠനത്തിൽ ഉപ്പയും ഉമ്മയൊക്കെ? ഉപ്പയും പറഞ്ഞാല് ഉമ്മ ഫോൺ വിളിക്കുമ്പോ ഉമ്മ എപ്പോഴും ഫുഡ് കഴിച്ചോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അല്ല മാത്രം ചോദിക്കും എക്സാം ഉണ്ടായിരുന്നോ, ക്ലാസ് ഉണ്ടായിരുന്നോ. ഞാൻ വീട്ടിലല്ലെങ്കിലും ഏത് പുറത്താണെങ്കിലും അത് ആദ്യം നോക്കും. പക്ഷെ എന്നോട് അതിനെ പറ്റി ഓരോട് ചോദിക്കാത്തത് പോലെ അതിനെ പറ്റി ടെൻഷൻ ആവണ്ടെന്നുള്ളൊരു ഇല്ലല്ല. ഞാൻ എല്ലാതും കാണും, എല്ലാം നോക്കും. ഇപ്പനോട് ഞാൻ പറയും വിളിക്കുമ്പോ മാർക്കിനെ പറ്റി ഒന്നും ചോദിക്കരുത്, ഓളെ ഇഷ്ടത്തിന് ഓക്ക് പഠിച്ചണം, ഇപ്രാവശ്യം കിട്ടണം എന്ന് കരുതി പോയതാണ്. അതുകൊണ്ട് നമ്മള് എന്തെങ്കിലും ചോദിച്ചിട്ടാണ് ഓൾക്ക് ടെൻഷൻ ആവണ്ടെന്നുള്ളൊരു ഇതുകൊണ്ട് എനിക്ക് ചോദിക്കാതിരിക്കുന്നതിന് നല്ലത്. എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അപ്പൊ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ കരയും. അപ്പൊ ചോദിക്കാതിരിക്കണം ഒരു കിടക്കുന്ന നല്ലത്. പിന്നെ ലാസ്റ്റ് ഒരു വട്ടം ഞാൻ ചോദിച്ചിപ്പ, അന്ന് ഞാൻ ഭയങ്കര സീനാക്കി, നല്ലൊരു കരഞ്ഞ്. അന്ന് പിന്നെ മറ്റേ എയിംസ് 3-ലായിരുന്നല്ലോ, അപ്പൊ രമ്യ മിസ്സും കരഞ്ഞ കണ്ട് കുറെ ഒന്ന് സമാധാനിച്ച്. ആ CCTV കണ്ടിട്ട് പിറ്റേന്ന് ഫമിത മിസ് വന്നു ഇതിനെ തെരഞ്ഞ്. അത് സംഭവം വെച്ചാല് ഒരു പൂവാട്ടുപറമ്പിലായിരുന്നു നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇവിടെ മുടിക്കതാഴത്തേക്ക് മാറ്റിയതിലൊന്നും മാർക്കൊന്നും ഡൗൺ ആയി വന്നു. അതിലിപ്പ പറഞ്ഞു ഇപ്പൊ ഈ എഴുതണ എക്സാമിൽ നല്ല സ്കോർ വാങ്ങുക, എല്ലാതും അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക, ടൈം പിന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഒരു 680 മേലെ എല്ലാത്തും നേടിയാൽ നമുക്ക് നല്ല മാർക്ക് നീറ്റിന് നേടാന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഓക്ക് അതൊരു ടെൻഷനായി. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ പിന്നെ ഫോണ് പിന്നെ വിളിച്ചപ്പോ വേഗം കട്ടാക്കി. എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അപ്പൊ തന്നെ രമ്യ മിസ്സിന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു മിസ്സിനോട് ഓൾ അറിയരുത് ഞാൻ വിളിച്ചത് ഞാൻ പറയുന്നതും. അങ്ങനെ മിസ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ശരിക്കും ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വിളിച്ച് കരഞ്ഞു അല്ലെങ്കിൽ ടെൻഷൻ ആയി പോയി എന്നൊക്കെ പറഞ്ഞ സാധനല്ലേ, എത്ര പ്രാവശ്യമൊക്കെ നിനക്ക് അങ്ങനെ വന്നിട്ടുണ്ട്? ആക്ച്വലി ഞാൻ ഒറ്റ വേറെ ഒരു സങ്കടം പോലും പറഞ്ഞിട്ടില്ല. സങ്കടം ഇല്ലായിട്ടല്ല, പക്ഷെ എനിക്ക് അങ്ങനെ പറയണം തോന്നിയിട്ടില്ല. അത് ഓരും കൂടെ അടങ്ങാറാക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കലില്ല. അതാണ് ബേസിക്കലി. ഞാൻ അതൊക്കെ മറന്നിട്ടുണ്ടാവും, എല്ലാം വിട്ടുപോയിട്ടുണ്ടാവും. ഓളിനി എന്താ ഹോസ്റ്റലിലായാലും സ്കൂളിലായാലും എന്ത് വേറെ കുട്ടികളെന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും വീട്ടിൽ അങ്ങനെ ഒന്നും പറയില്ല.
നീ കടന്നു പോയേക്കണേല്ലേ, ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. നീ കടന്നു പോയപ്പോൾ കുറേ ലൈഫ് ഉണ്ടല്ലോ, കുറേ ലൈഫ് ഇങ്ങനെ കടന്ന് പോയിട്ടുണ്ട്. പിന്നെ അത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റ് തന്നെ റിപ്പീറ്റിൽ വന്ന ആ ഒരു ഫസ്റ്റ് 2 മാസം നല്ല അടങ്ങാറേക്കാണ്. ഞാൻ അങ്ങനെ നിർത്തിയാലോ വരെ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ വേറെ എന്തെങ്കിലും പോയാലോ ശരിയാവോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ റീസൺ അങ്ങനെ തോന്നാൻ വേണ്ടി? ഫിസിക്സ് തന്നെയായിരുന്നു, ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ നമുക്ക് അന്ന് ഇങ്ങനെ സാർ ഇങ്ങനെ പറയും ശരിയാവും, പക്ഷെ നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മളിപ്പോ +2 അത്രയും കാലം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ +2 ഒക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ എടുക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അതന്നെയായിരുന്നു ഡിഫിക്കൽട്ട്. പിന്നെ അതങ്ങനെ ശരിയായി. എങ്ങനെ ഓവർകം ചെയ്തതിന്? അതോ ഓവർകം ചെയ്തില്ലേ, ചുമ്മാ വെറുതെ തന്നെ? അങ്ങനല്ല, എനിക്ക് പറഞ്ഞാല് എന്റെ ഒരു സ്വഭാവം വെച്ചാല് 10ഉം +2 ഒക്കെ ഞാൻ എക്സാം വരുമല്ലോ, അപ്പോൾ 2 മാസം മുമ്പ് ഞാൻ കാര്യമായിട്ട് പഠിക്കും. എക്സാമിന്റെ ഒരാഴ്ച ഞാൻ ഫുൾ ഫോണുമില്ല. പിന്നെ ആ ഒരു ആഴ്ച ഞാൻ കാര്യമായിട്ടൊന്നും നോക്കൂല. അതിന്റെ ഒരു ശീലം. എല്ലാവരും എക്സാമിന് തലേന്ന് ഭയങ്കരമായിട്ട് പഠിക്കും, ഞാൻ അങ്ങനല്ല. കുറേ മുന്നേ തുടങ്ങും, ഇവിടെ ലാസ്റ്റ് ഭയങ്കര റിലാക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നടക്കൂലല്ലോ. അപ്പൊ തലേന്നാണെങ്കിൽ എക്സാമിന്റെ കുറച്ച് മുന്നേ നമ്മൾ പഠിക്കണം. അപ്പൊ മെന്റേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് ഒക്കെ ആവുമ്പോ ആ തലേന്നാണെങ്കിലും എക്സാമിന് കുറച്ച് നമ്മൾ പോണ ആ ടൈമാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് ജാസ്മിത്തായിരുന്നു ഭയങ്കര സപ്പോർട്ട് ചെയ്ത്. അന്ന് അങ്ങനെ ഈ നോക്ക് ആദ്യമൊന്നും പറ്റിയില്ല, പിന്നെ അങ്ങനെ ശരിയായി വന്നു. പിന്നെ ശീലമായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഈ 2 മാസം എന്നൊക്കെ പറഞ്ഞ സമയം കൊണ്ട് ശീലം മാറാനാണോ സമയം എടുത്തത്? 2 മാസത്തിൽ ശീലം മാറ്റാൻ ഞാൻ നല്ല ടൈം എടുത്തു. ഒരു 2 മാസം സമയം എടുത്തു. ഈ 2 മാസമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ചില കുട്ടികൾ ക്രാഷിന് പോയിട്ടുണ്ട്, ഓള് അതിന്റെ ക്ലാസ്സും പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഫസ്റ്റ് ശരിക്കും ഞാനത് ചോദിക്കുകയാണ്. ആക്ച്വലി ഒരു നീറ്റ് ആസ്പിരന്റ് എന്നുള്ള കുട്ടി +1 +2 കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുക, ക്രാഷ് ചെയ്യുക നിർബന്ധമുള്ള അല്ലെങ്കിൽ അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. നീ റെക്കമെൻഡ് ചെയ്യോ? ഉറപ്പായിട്ടും. ഞാൻ അനുഭവിച്ചല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ +1 +2 പഠിച്ചിക്കണ് പറയണത് ഒരു സ്കൂൾ മൈൻഡിൽ വെച്ചിട്ടാ. നീറ്റിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നേ പറയും. ഞാൻ ഒരു എക്സാമും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇന്റഗ്രേറ്റഡ് സ്കൂളാണെങ്കിൽ കുട്ടികൾ ഇപ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് കൂടെ പഠിച്ച കുട്ടികൾ നല്ല മാർക്കോടെ കയറി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് അടിക്കും. ആ സമയത്ത് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാല്. അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ കഴിഞ്ഞു പോകുമായിരുന്നല്ലോ അങ്ങനെ ആലോചിക്കാറുണ്ട്. കുറേയൊക്കെ അതിലേക്ക് എഫേർട്ട് എടുക്കാമായിരുന്നല്ലോ എന്നുള്ള രൂപത്തിലേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇപ്പോൾ 2-3 കഥകൾ പറഞ്ഞു. വീട്ടിലുള്ള 1-2 ആൾക്കാർ ക്യാൻസർ വന്ന സാധനം, അതുപോലെ തന്നെ ക്യാമ്പസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, ഒരു ക്യാൻസർ സർവൈവറായിട്ട് നിന്നൊരു കുട്ടീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിക്കാം, ഇതൊക്കെ തന്നെയാണോ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നത്? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സാധനങ്ങളൊക്കെ നടന്നിട്ടോ? എപ്പോഴും അപ്പോൾ ഈ ഡൗൺ ആയി നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, വീട്ടിൽ വിളിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയില്ലേ, എന്താ വിചാരിക്കുക? ഒരു എക്സാമിന് മാർക്ക് പറയുക അല്ലെങ്കിൽ ഡൗൺ ആയി പോവുക? ഞാൻ ബേസിക്കലി സ്കൂളിൽ നിന്ന് അങ്ങനെ മാർക്കിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത ആളാണ്. അപ്പം എനിക്ക് കുറഞ്ഞാലും ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ട് അത്ര ഞാൻ വിചാരിക്കുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ആതിര മിസ്സിന്റെ അടുത്ത് ഓടി ചെല്ലും. മിസ് കുറെ സമാധാനിപ്പിക്കുമ്പോൾ എനിക്ക് പാട്ട് സമാധാനം. പിന്നെ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആരും അറിയാലോ, നമ്മള് തുടക്കത്തില് ഫസ്റ്റ് മോർണിംഗ് മീറ്റ് അതാ ഗ്രാഫ് ഇങ്ങനെ അതന്നെ നമുക്ക് അറിയാം, അങ്ങനെ വരുള്ളൂ. പിന്നെ റിപ്പീറ്റ് ആയിരുന്നല്ലോ, അപ്പൊ ഫസ്റ്റ് കൊല്ലം എന്തൊക്കെ ഉണ്ടായി എന്നറിയാം, അതേപോലെ തന്നെയൊക്കെ വരുള്ളൂ. ഏകദേശം ഐഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലാതെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു എന്താ കടന്നു പോവാ, എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സാധനത്തിലൊക്കെ. ഒരു നീറ്റ് ആസ്പിരന്റ് ആയിട്ട് വരുന്ന ആൾക്കാർ, ഇപ്പോൾ മേ ബി നിന്റെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ അനിയത്തിമാരോ അനിയനോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഇവരൊക്കെ നീറ്റ് ആസ്പിരന്റ് ആയിട്ട് നിന്റെ അടുത്ത് ഒന്ന് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കും? എന്താ ചെയ്യേണ്ടത് വെച്ചാൽ +1 +2 കഴിയാത്ത കുട്ടിയാണെങ്കിൽ ആദ്യം അപ്പം തന്നെ കൂടെ കൊണ്ടുപോകാനാ പറയാ. പിന്നെ ആ സമയത്തൊന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല, റിപ്പീറ്റ് തന്നെയാണ് ആദ്യം വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തുടക്കത്തിൽ ഡിഫിക്കൽറ്റി. ശരിക്കും പറഞ്ഞാൽ നീറ്റിന്റെ തുടക്കവും ഒടുക്കത്തിനേക്കാളും ഡിഫിക്കൽറ്റി ചിലവർക്കൊക്കെ മിഡിലായിരിക്കും. കാരണം തുടക്കം ഭയങ്കര ആവേശം, അവസാനം എക്സാം അടുത്തു എന്നുള്ളൊരു ആവേശം. പക്ഷെ നടുവിലിങ്ങനെ കഴിഞ്ഞു പോകാൻ ഭയങ്കര ഇടങ്ങാറാ. അപ്പോൾ കുറെ ആൾക്കാർ നിർത്തി പോണ ടൈം അങ്ങനത്തെയൊക്കെ. അതൊക്കെ എങ്ങനെ വെച്ചാൽ മാർക്ക് ഇങ്ങനെ കുത്തനെ താഴെ പോണ ആ റിവിഷന്റെ കുറച്ച് മുന്നേക്ക്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാവുമെന്ന് അങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് സാധനത്തിലുണ്ട്. നീ അത് ആക്ച്വലി നമ്മുടെ അടുത്ത് തന്നെ മനസ്സിലാക്കി ശരിക്കും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു ആഡ് ഓൺ ക്വസ്റ്റൻ ആയിട്ട് മാത്രം ചോദിക്കുന്ന സാധനമാണ്, വാട്ട് ഈസ് ഡോപ്പ ഇൻ ദി സോൾ ജേർണി എല്ലായിടത്തും? ഡോപ്പ പറഞ്ഞാൽ ഞാൻ ഡോപ്പയ്ക്ക് ഒരിക്കലും വരൂല പറഞ്ഞ ആളാ. അപ്പൊ എന്താ അതൊരു കഥ, ഞാൻ കോമിക് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താ ആക്കിഫ് സാർ ഉണ്ടായിരുന്നു. സാറ് ക്ലാസ്സിൽ സാറ് ഭയങ്കര ചൂടായി ഒരു കോമ്പി ക്ലാസ്സില്. ഈ സാറുള്ളത് അങ്ങോട്ട് ഞാൻ പോയേ ഇല്ല അറിഞ്ഞാണ്ട്. പിന്നെ ഇവര് വന്ന് ഇങ്ങനെ ജസ്റ്റ് അന്വേഷിച്ചു. എന്റെ ഫ്രണ്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഇവരന്ന് അന്വേഷിച്ചു, ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറേ എവിടേക്കോ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കലായിരുന്നു.
അപ്പോൾ വിളിച്ചൊന്നും അങ്ങനെ ഇഷ്ടമായില്ല. ലാസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യുക അങ്ങനെ വന്നതാ. അബദ്ധത്തിൽ എത്തിപ്പോയതാണ് ശരിക്കും. അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാതെ വന്നൊരു സ്ഥലം, എന്നിട്ട് എന്തായി? പിന്നെ തുടക്കത്തിൽ ഞാൻ ഇപ്പൊ പാവങ്ങാട് അന്ന് പോയ സമയത്ത് ഞാൻ കുട്ടികളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് എന്ത് ഇൻസ്ട്രക്ഷൻ തന്നാലും അത് അതേപോലെ കൊണ്ടെടുക്കണം. അങ്ങനെ മോർണിംഗ് മീറ്റ് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ കേട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ സാർ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന സ്കൂൾ മൈൻഡ് വെച്ചിട്ടാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതൊരിക്കലും ഇതെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു എന്താ അതിനിങ്ങനെ മനസ്സിലാക്കാൻ തോന്നൂല. അതങ്ങനെ അല്ലല്ലോ, നമ്മളിങ്ങനെ അതിനെ ന്യായീകരിക്കാനാ നോക്കുക. അതൊന്നും അത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് സത്യം. പിന്നെ ആ വഴിക്ക് കൂടെ അങ്ങനെ പോയി, അതാണ്ടായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന സാധനം, അതിനകത്ത് ശരിക്കും ഡോപ്പേൻ്റെ റോള് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോളുണ്ടോ ശരിക്കും ഒരു കുട്ടി പഠിക്കുന്നതിൽ? ഉണ്ട് വെച്ചാൽ ഉണ്ട്. കാര്യമായിട്ട് നമ്മൾ എഫേർട്ട് ആണെങ്കിലും നമുക്ക് ഓരോ ടൈമിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് റിവിഷൻ്റെ ടൈമിലാണെങ്കിലും നമുക്ക് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഒരു മാരത്തൺ റൗണ്ട് കാര്യങ്ങളും ഫോക്കസ് ചെയ്യണ ടൈം അതൊക്കെ വേറെ ഒരുത്തരാണെങ്കിലും ഒരിക്കലും കിട്ടൂലായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പീഡൊക്കെ കൂട്ടാനും മാരത്തോണൊക്കെ സത്യമായിട്ടും ആ ഒരു റിവിഷൻ തന്നെ ഹോൾ പ്രോസസ്സ് തന്നെ ഭയങ്കരമായിട്ട് സ്കോറൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക ഒരു സാധനത്തിൽ പറയാം? നിന്റെ ഒരു ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ള രൂപത്തിൽ? എങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ആക്യുസ് സാർ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണ സമയത്ത് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് കാണുന്നതാ ഇതിനൊരു മെത്തേഡ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. പിന്നെ അതുപോലത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മുമ്പ് ചെയ്താണ്, ഇത് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് എഴുതി വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ റെഗുലർ ആയിട്ട് കീപ്പ് ചെയ്യും? എപ്പോഴും കീപ്പ് ചെയ്യും. ഞാൻ മിക്കവാറും അത് കടക്കണതിന് മുന്നേ തന്നെ അത് എല്ലാം ജസ്റ്റ് നോക്കാനെങ്കിലും നോക്കിയിട്ടുണ്ട്. ലാസ്റ്റൊക്കെ പറഞ്ഞാൽ പിന്നെ NCERT പോയിന്റ്സ് ടു പോണ്ടർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്. അതൊക്കെ സാറുമാർ പറഞ്ഞുകൊണ്ട് മാത്രം നോക്കിപ്പോയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഷെഫീഖ് സാർ എപ്പോഴും പറയും NCERT അതുകൊണ്ട് ഇങ്ങനെ നോക്കിപ്പോയത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ശരിക്കും അപ്പോൾ ഒരു നീറ്റ് പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഇപ്പോൾ നീ ഒരു ഫ്രഷ് ടോക്ക് കൊടുക്കുകയെന്നൊക്കെ വിചാരിച്ചാൽ മതി. ആദ്യമായിട്ട് ഒരാളെടുത്ത് എങ്ങനെയാണ് നീറ്റിന് പഠിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നീ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നീ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക? ബേസിക്കലി ക്ലാസ് കാണുന്നത് അതുകൊണ്ട് ഒന്നും തീരൂല. പിന്നെ നമ്മളായിട്ട് എഫേർട്ട് എടുക്കണം. വേറെ ആൾക്കാർ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മളിന്ന് കോൾ എടുക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ ചോദിക്കും ഫിസിക്സിനായിട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് തരുന്നുണ്ടോ എന്ന് ചോദിക്കലുണ്ട് കുട്ടികൾ. അപ്പം ഞാൻ പറയും അങ്ങ് തരില്ലല്ലോ, നമ്മളായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പോൾ വേറൊരു കുട്ടി ഇതുപോലെ പറഞ്ഞു ഫിസിക്സ് ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല, പക്ഷെ കഴിഞ്ഞ വർഷം ഫിസിക്സ് പാളിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ പിന്നെ പാളാതിരിക്കൂല അങ്ങനെ പറയാം. അത് വെച്ചാൽ നമ്മളായിട്ട് എടുക്കേണ്ട എഫേർട്ടാണ് കാര്യമായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് നോട്ടും കാര്യങ്ങളും അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതാണല്ലോ. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ റോളൊന്നുമില്ല. അവർ തരുന്നത് അനുസരിക്കുക, പറയുന്ന പോലെ ചെയ്യുക, ബാക്കിയൊക്കെ നമ്മളെ എഫേർട്ട്. ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു കുട്ടിയും എടുക്കുന്ന എഫേർട്സിന്റെ പ്രൊപ്പോർഷൻ എടുക്കുകയാണെങ്കിൽ നീ എന്താ പറയുക? ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ ഒരു ഓൾ മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ എഫേർട്ട് മുഴുവൻ എടുക്കുന്നത്. കുട്ടി പറഞ്ഞാൽ അവനാനും വേണ്ടിയിട്ടാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്നാൽ എത്രത്തോളം ഒരു കുട്ടീൻ്റെ ഒരു വിജയത്തിലേക്ക് കുട്ടീൻ്റെ എഫേർട്ട് എത്ര പെർസെൻറ്റേജ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഫേർട്ട് എത്ര പെർസെൻറ്റേജ്? 20 അത്രയൊക്കെ മാക്സിമം 20 ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. ബാക്കി 80% എഫേർട്സ് നമ്മൾ തന്നെ എടുക്കണ്ടാവും. അപ്പോൾ നീ വരുന്ന ഒരാളോട് നീ ആണെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കുക? എടുക്കണം തന്നെ പറയാ. ഒരിക്കലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടോപ്പായി വെച്ചിട്ട് ആ കുട്ടി ടോപ്പർ ആവണമെന്ന് ഒരു ഇതുമില്ല. നമ്മള് എവിടെയാണെങ്കിലും ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നതിൽ പ്രാധാന്യമുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടും. പക്ഷെ അവനാണ് എടുക്കണം. അവര് ടോപ്പായിട്ട് മാത്രം നമ്മൾ ടോപ്പ് ആവൂല. അങ്ങനെ മാത്രമേ വരുള്ളൂ. ഇതിപ്പോ എനിക്ക് ആഡ് ഓൺ ചെയ്ത് പറയേണ്ട ഒരു സാധനമായിട്ടാണ് ഞാനിതിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് തന്നെ പറയലുണ്ട്. പരമാവധി ഞാനിങ്ങനെ പറയാം, പരമാവധി 30% ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് തള്ളി തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ബാക്കി ആ ഒരു ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ 70% 80% എഫേർട്ട് നമ്മൾ ഓരോരുത്തരും എടുക്കാൻ വേണ്ടി തയ്യാറാവണം. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ വെറും ഫെസിലിറ്റേറ്റേഴ്സ് ആണെന്ന് മാത്രമേ പറയുള്ളൂ. ഫെസിലിറ്റീസ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുകയും പണിയെടുക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണല്ലേ. ഉമ്മാക്ക് എന്താ തോന്നിയിട്ടില്ല മൊത്തത്തിൽ ഇവളുടെ ഒരു ജേണി ഇവിടെ വരെ വന്നു? ഇപ്പോൾ +2 കഴിഞ്ഞു, +2 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് പറഞ്ഞാൽ തന്നെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അന്വേഷിച്ച് പിടിച്ച് അവസാനം ഡോപ്പിൽ എത്തിച്ചേർന്ന് വെച്ചാൽ നമ്മൾ കുറെ അന്വേഷിച്ചു കൊടുത്തൊക്കെ ക്ലാസ് വേറെ ഇവര് വണ്ടി വിളിച്ചു പോകണം, അല്ലെങ്കിൽ വേറെ വണ്ടിക്ക് കൊണ്ടുപോകണം. ഇവിടെ ഞങ്ങൾ വന്ന് ആദ്യം പാവങ്ങാട് വന്ന് ഞാനോളപ്പം വന്ന് കണ്ടു. അപ്പോൾ ഇവിടുത്തെ
ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റി. പിന്നെ വേറെ കുറെ ഫോട്ടോ ഒക്കെ വിട്ടുന്നത് അത് ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ചേർത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല ബെറ്ററാണ്. അതുപോലെ നിൽക്കുന്ന ഇതിൽ തന്നെ ഹോസ്റ്റലിൽ തന്നെ ക്ലാസ്സും വരുമ്പോൾ കുട്ടികൾക്ക് യാത്രന്റെ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇവള് ഈ കടന്നു പോയിട്ട് പോയി. പിന്നെ ഇവള് ട്യൂഷൻ ചേർത്തിന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് തുടങ്ങിയേനോ. പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആണ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സാധനം കൂടി. അപ്പൊ ഇൻഡിവിജ്വൽ ഗേൾസിന് മാത്രം ഒരു ക്യാമ്പസ് വന്നതും ഒരേ സ്ഥലത്ത് നിൽക്കുന്നതൊക്കെയാണ് നിങ്ങൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് സാധനങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്താ എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഫൈനലി നമുക്ക് അത് പെൺകുട്ടികളെ ഹോസ്റ്റലിൽ തന്നെയാണ് ക്ലാസ്, പക്ഷെ ബോയ്സ് അങ്ങോട്ട് ക്ലാസ്സിന് വരികയാണ്. അപ്പൊ അത് നമുക്കൊരു എന്തോ ഒരു ശരിയല്ലാന്ന് തോന്നി. ശരി, ഇത് ചോദിക്കാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആക്ച്വലി ഫൈനൽ റിസൾട്ട് ഒക്കെ വന്ന് സന്തോഷമായിട്ട് എവിടെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നു. ഓ, അടിപൊളിയായിട്ട് തന്നെ എന്തായാലും കിട്ടും. നമുക്ക് എന്താ പറയാ പോവാൻ പറ്റുന്ന കോളേജുകൾ. ഇവള് വന്ന് പിന്നെ ഓള് ആദ്യം ഒന്ന് ടെൻഷനായി. ഇവക്ക് എക്സാം കുറച്ച് ദൂരെയാണ് കിട്ടിയത്. അതിൽ ഓളപ്പ പറഞ്ഞു ഈ എന്തിനാ ടെൻഷൻ ആവണോ, ഞാൻ ഇവിടെ ഇല്ല, അങ്ങനെ കൊണ്ടുപോകലും കൊണ്ടുവരലും ഒക്കെ ഞാൻ ഏറ്റില്ല, പിന്നെ എന്തിനാ ടെൻഷൻ ആവണ. ഇപ്പൊ ഫുൾ ടൈം കൂടെ ഉണ്ടല്ലേ എല്ലാ കാര്യത്തിലായിട്ടും? കൂടെ ഉണ്ട്. മൂപ്പരൊന്നും വരാൻ പറ്റാത്തതിൽ കാണാൻ പറ്റാത്തതിലൊക്കെ നമുക്കൊരു വരാൻ പറ്റാത്ത ചിലപ്പോ ഈ മൈൻഡ് പ്രശ്നമായതുകൊണ്ട് നല്ല ഫുൾ ടൈം വർക്കാണ്. ഇപ്പൊ ഒന്ന് രാത്രി കഴിഞ്ഞ് വരുമ്പത്തിന് 10:30 ടൈം എന്തായാലും ഇപ്പൊ മൊത്തം ലൈൻ പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ശരി, എന്തായാലും ഒരു ദിവസം നമുക്ക് വീട്ടിലൊക്കെ വെച്ചിട്ട് ഡേറ്റ് കാണാന്നൊക്കെ വിചാരിക്കാം, ഉഷാറായിട്ട് പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ എക്സാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രാവശ്യം എഴുതിയാലും 610 മാർക്ക് വാങ്ങി. കുഴപ്പമില്ല, നമ്മളെ 2ാം പ്രാവശ്യം ഫീസില്ലാതെ പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അവള് തന്നെ അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ഒരു സാധനം എന്നുള്ള രൂപത്തിൽ നിൽക്കാൻ വേണ്ടി. എന്തായാലും ഭയങ്കര വലിയ സന്തോഷം. ഇപ്പൊ പിന്നെ പരീക്ഷ ടഫ് ആയി പറഞ്ഞു അന്ന് ഒന്ന് ടെൻഷനായി. പിന്നെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മൊത്തത്തില് ശരിക്കും പരീക്ഷ ടഫ് ആവുന്നത് തന്നെയാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നല്ലതെന്നുള്ളത്. കുറച്ച് ചോദ്യം തെറ്റിപ്പോയാലൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു ആശ്വാസം സാധനങ്ങളും തോന്നിയിട്ടില്ലേ? ശരി, അപ്പോൾ അതന്നെ എന്തായാലും ഉഷാറാവട്ടെ. ബാക്കി ഇനി കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് കോളേജിലെ വിശേഷങ്ങളും ബാക്കി സാധനങ്ങളും സംഗതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒരു ഓങ്കോളജിസ്റ്റോ സാധനങ്ങളോ ഞാൻ പറയാം ഇപ്പൊ ഈ സമയത്ത് ആക്ച്വലി നമ്മൾ സ്പെഷ്യാലിറ്റി തീരുമാനിക്കലൊന്നും വലിയ കാര്യമില്ല. ഒരാഗ്രഹമുണ്ട്. നമുക്ക് ഇനിയിപ്പോ MBBS ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടം ഹോമിയോ ഡോക്ടറിനോ പറ്റൂല, അത് നോക്ക് പറ്റൂല. അത് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എടുക്കായിരുന്നു, പക്ഷെ എന്നാലും ഉള്ളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിനി മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് ഓങ്കോളജി ഒക്കെ ആ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടി കാര്യമായിട്ട് പഠിച്ചു നോക്കാം. ക്യാൻസറുകളെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്നുകൂടി പഠിച്ചു നോക്കാം. എന്നിട്ട് സ്റ്റിൽ അതിൽ തന്നെ താല്പര്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫർദർ സാധനങ്ങൾ പഠിക്കാനൊക്കെ പറ്റും എന്നുള്ള രൂപത്തിലാണ്. എന്തായാലും സന്തോഷമാവട്ടെ, അടിപൊളിയായിട്ടാവട്ടെ പറയാം. ബാക്കി മുന്നോട്ട് പോകാം. താങ്ക് യു.